ഈശോംശിയായിൽ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാം അറിയാതെ തന്നെ ശരീരത്തിൻ്റെ മോഹങ്ങളിലും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലും അകപ്പെട്ടു പോകാറുണ്ട്. ലൗകികമായ സുഖങ്ങൾക്കും ലൈംഗികമായ അശുദ്ധികൾക്കും അടിമയാകുമ്പോൾ ആദ്യം നാം അനുഭവിക്കുന്നത് ഒരു താൽക്കാലിക സന്തോഷമാണ്. എന്നാൽ അതിനുശേഷം നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് തീരാത്ത സങ്കടവും ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയും ആത്മീയമായ മരവിപ്പുമാണ്. ഇനി എനിക്ക് മാറാൻ കഴിയില്ല എന്ന് സാത്താൻ നമ്മളോട് മന്ത്രിക്കുമ്പോൾ ആ ചങ്ങലകൾ മുറുകുകയാണെന്ന് നാം തിരിച്ചറിയണം. എന്നാൽ ഓർക്കുക, പാപത്തേക്കാൾ വലിയവനാണ് ദൈവം. ലൈംഗികവും ലൗകികവുമായ പാപങ്ങളിൽ നിന്ന് മോചനം നേടാൻ കേവലം ആഗ്രഹം മാത്രം പോരാ, ശക്തമായ തീരുമാനങ്ങൾ ആവശ്യമാണ്. പാപത്തിലേക്ക് നയിക്കുന്ന കാഴ്ചകൾ, കൂട്ടുകെട്ടുകൾ, മൊബൈൽ ആപ്പുകൾ, സൈറ്റുകൾ എന്നിവയിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുക. കണ്ണ് അശുദ്ധമായാൽ മനസ്സ് അശുദ്ധമാകും. പ്രലോഭനങ്ങൾ വരുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ ഉരുവിടുക. ഈശോ മരുഭൂമിയിൽ പിശാചിനെ വചനത്താലാണ് തോൽപ്പിച്ചത്. പാപത്തിൻ്റെ കെട്ടുകൾ അഴിക്കുന്നത് കുമ്പസാരത്തിലൂടെയാണ്. ഒരു നല്ല കുമ്പസാരം നിങ്ങളുടെ ആത്മാവിനെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റും. ലൈംഗിക അശുദ്ധികളെ തോൽപ്പിക്കുവാൻ ജപമാലയേക്കാൾ വലിയൊരു ആയുധമില്ല. നിങ്ങൾ അശുദ്ധ ചിന്തകൾ പെട്ടുപോകുമ്പോൾ തടസ്സമില്ലാതെ ജപമാല ചൊല്ലുക. നിങ്ങൾ എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ശരീരം വെറുമൊരു വസ്തുവല്ല, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. ആ ആലയത്തെ മലിനമാക്കുമ്പോൾ നിങ്ങൾ സ്വന്തം ആത്മാവിനെ തന്നെയാണ് മുറിപ്പെടുത്തുന്നത്. ലൗകിക സുഖങ്ങൾ നശ്വരമാണ്, എന്നാൽ അവ ആത്മാവിൻ്റെ പരിശുദ്ധി നിത്യമാണ്. പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ അമ്മയുടെ വിമല ഹൃദയം നിങ്ങളെ സഹായിക്കും. അമ്മയുടെ വിമലതയാണ് ഏറ്റവും വലിയ മാതൃക. നമുക്ക് കണ്ണുകളടച്ച് പാപത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റാൻ അമ്മയോട് അപേക്ഷിക്കാം. അമലോത്ഭവയായ പരിശുദ്ധ അമ്മയെ, പാപത്തിൻ്റെ ഇരുളിൽ അകപ്പെട്ടു പോയ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. ശരീരത്തിൻ്റെ മോഹങ്ങളാലും ലൗകികമായ ആസക്തികളാലും ഞാൻ മുറിവേറ്റിരിക്കുന്നു. അമ്മേ, ഈ അശുദ്ധിയുടെ ചങ്ങലകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ കണ്ണുകളെയും ചിന്തകളെയും അങ്ങയുടെ കുമാരൻ്റെ സ്നേഹത്താൽ വിശുദ്ധീകരിക്കണമേ. പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള കരുത്ത് എനിക്ക് നൽകണമേ. സാത്താൻ എൻ്റെ മനസ്സിനെ ഭരിക്കുവാൻ അനുവദിക്കാതെ അങ്ങയുടെ വിമല ഹൃദയത്തിൻ്റെ സംരക്ഷണത്തിൽ എന്നെ ഒളിപ്പിക്കണമേ. വീണ്ടും വീണ്ടും വീഴുമ്പോൾ എഴുന്നേൽക്കുവാനുള്ള കൃപയും കുമ്പസാരത്തിലൂടെ ദൈവവുമായി രമ്യതപ്പെടുവാനുള്ള മനസ്സും എനിക്ക് നൽകണമേ. വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.